ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ട്യൂട്ട് ഫയൽ. നാളെ 3/6/2024 നമ്മുടെ JCIയുടെ ഡെയിലി സ്റ്റഡി പ്ലാനിലെ 10ാമത്തെ ദിവസമാണ്. 10ാമത്തെ ദിവസം നമ്മൾ പഠിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ബാങ്കിങ് ആണ്. ബാങ്കിങ്ങിൻ്റെ നമ്മുടെ 4ാമത്തെ പാർട്ടാണിത്. 4ാമത്തെ പാർട്ടിൽ നമ്മൾ 2ാമത്തെ മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത് സെൻട്രൽ ബാങ്കിങ് ആണ്. സെൻട്രൽ ബാങ്കിങ്ങിൽ എന്താണ് സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒറിജിനും നാഷണലൈസേഷനും RBIയുടെ ഫംഗ്ഷനുമാണ് നാളെ കംപ്ലീറ്റ് ചെയ്യേണ്ട ടോപ്പിക്ക്. സെൻട്രൽ ബാങ്ക് എന്താണ്? സെൻട്രൽ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ given privileged control over the production and distribution of money and credit for a nation or a group of nations. In modern economics, the central bank is usually responsible for the formulation of monetary policy and the regulation of member bank. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പ്രിവിലേജ് കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൺട്രോൾ ഓവർ ദ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മണി. മണിയുടെ പ്രൊഡക്ഷനെയും ഡിസ്ട്രിബ്യൂഷനെയും കൺട്രോൾ ചെയ്യാനുള്ള പ്രിവിലേജ് കൊടുത്തിട്ടുള്ള ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. പിന്നെ എന്തുണ്ട്? ക്രെഡിറ്റ് ഫോർ ദ നേഷൻ്റെ ക്രെഡിറ്റ്, അതല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് നേഷൻ. ഒന്നുകിൽ ഒരു നേഷൻ്റെ ക്രെഡിറ്റ് മാത്രമായിരിക്കാം, അതല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് നേഷൻ്റെ ക്രെഡിറ്റ്, ആ നേഷൻസിൻ്റെ മണിയുടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും. ഇൻ മോഡേൺ എക്കണോമിക്സ് പ്രകാരം സെൻട്രൽ ബാങ്ക് യൂഷ്വലി റെസ്പോൺസിബിൾ ഫോർ ദ ഫോർമുലേഷൻ ഓഫ് മോണിറ്ററി പോളിസി. സെൻട്രൽ ബാങ്ക് യൂഷ്വലി എന്തിന് റെസ്പോൺസിബിൾ ആയിരിക്കണം? മോണിറ്ററി പോളിസിയുടെ ഫോർമുലേഷന് റെസ്പോൺസിബിൾ ആയിരിക്കണം. മോണിറ്ററി പോളിസിയുടെ ഫോർമുലേഷൻ മാത്രം മതിയോ? പോരാ. റെഗുലേഷൻ ഓഫ് മെമ്പർ ബാങ്കുകളുടെ റെഗുലേഷനും റെസ്പോൺസിബിൾ ആയിരിക്കണം. ദെൻ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് റിസ്ക് ബാങ്ക് ഓഫ് സ്വീഡൻ്റെ ബാങ്കായ റിസ്ക് ബാങ്ക് ഓഫ് സ്വീഡൻ ആണ് ആദ്യത്തെ സെൻട്രൽ ബാങ്ക്. 1656 അത് ഫോം ചെയ്തത്. ദെൻ ഇംഗ്ലണ്ടിലെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ് 1694 ഫോം ചെയ്തത്. ഇനി നമ്മൾ നോക്കുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI ആണ് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് RBI ആണ്. RBIയുടെ ഫോർമുലേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്നത് ഹിൽട്ടൺ യങ് കമ്മീഷനെ കുറിച്ചാണ്. ആരാണ് സെൻട്രൽ ബാങ്ക്, ഇന്ത്യക്ക് ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തത് ആരാണ്? റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി, അതാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്നറിയപ്പെടുന്നത്. 1926 recommended the establishment of central bank to be called Reserve Bank of India. Reserve Bank of India എന്ന പേരിൽ ഒരു സെൻട്രൽ ബാങ്ക് വേണമെന്ന് റെക്കമെൻഡ് ചെയ്തു ഹിൽട്ടൺ യങ് കമ്മീഷൻ. 1927 അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബില്ല് അവർ അവതരിപ്പിച്ചു. പക്ഷേ ആ ബില്ല് ഫസ്റ്റ് റിജക്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ദെൻ 1931 സെൻട്രൽ ബാങ്കിങ് എൻക്വയറി കമ്മിറ്റി എന്ത് ചെയ്തു? അടുത്തൊരു പ്രപ്പോസൽ, സെൻട്രൽ ബാങ്കിന് വേണ്ട ഒരു പ്രപ്പോസൽ 1933 ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ 1933 വെച്ച ബില്ല് അറിയപ്പെടുന്നത് വൈറ്റ് പേപ്പർ ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റീഫോംസ് എന്നാണ് അറിയപ്പെടുന്നത്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ജോൺ സൈമൺ ആയിരുന്നു. അങ്ങനെ 1934 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സായി. അതിൻ്റെ ബേസിൽ 1 ഏപ്രിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നു. 1 ഏപ്രിൽ 1935 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുമ്പോൾ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് കൊൽക്കട്ടയായിരുന്നു. 1937 അത് മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇപ്പോഴത്തെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാണ്? മുംബൈയാണ് കറണ്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ ഫസ്റ്റ് കൊൽക്കട്ടയായിരുന്നു, ദെൻ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. RBIയുടെ എംബ്ലം എന്ന് പറയുന്നത് പാന്തർ ആൻഡ് പാം ട്രീ ആണ് RBIയുടെ എംബ്ലം. RBIയുടെ ലോഗോ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഡബിൾ മോഡലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയാമ്പിളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കുറിച്ച് പറയുന്നത് അതിൻ്റെ ഓബ്ജക്റ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ ഓബ്ജക്റ്റ് എന്നത് എന്താണെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രയാമ്പിളിൽ പറയുന്നത്
to regulate the issue of banknotes and keeping of reserve with a view to securing monetary stability in India. ഇന്ത്യയിൽ എന്ത് വേണം? ഒരു മോണിറ്ററി സ്റ്റെബിലിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ബാങ്ക് നോട്ടുകളുടെ ഇഷ്യൂ റെഗുലേറ്റ് ചെയ്യുകയും അതിന് വേണ്ടുന്ന റിസർവ്സ് കീപ്പ് ചെയ്യുകയും ചെയ്യണം. And generally to operate the currency and credit system of the country to its advantage. രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് കറൻസി സിസ്റ്റത്തെ ഓപ്പറേറ്റ് ചെയ്യുകയും ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുകയും വേണം. അതാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഓബ്ജക്റ്റായിട്ട് RBIയുടെ പ്രയാമ്പിളിൽ പറയുന്നത്. RBI എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ക്രെഡിറ്റ് കൺട്രോള് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ക്രെഡിറ്റ് കൺട്രോൾ മാനേജ് ചെയ്തിരുന്നത്. ദെൻ കറൻസി റെഗുലേഷൻ കൺട്രോൾ ചെയ്തത് സെൻട്രൽ ബാങ്ക് ആയിരുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് RBIയുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്? കൺട്രോൾ മണി മാർക്കറ്റ് കൺട്രോൾ ചെയ്യുക, പവർ ടു ഇഷ്യൂ ആൻഡ് അപ്രോപ്രിയേറ്റ് ക്രെഡിറ്റ് പോളിസി, കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ് പോളിസി കൊണ്ടുവരിക, റെഗുലേറ്റ് ദ ബാങ്കിങ് സിസ്റ്റം ഓഫ് രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റത്തെ എന്ത് ചെയ്യുക? റെഗുലേറ്റ് ചെയ്യുക. രാജ്യത്തിൻ്റെ ബാങ്കിങ് സിസ്റ്റത്തിനെ റെഗുലേറ്റ് ചെയ്യുക. RBI ഫോം ചെയ്യുന്ന സമയത്ത് അതൊരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് ഫോം ചെയ്തത്. 5 crores ഷെയർ ക്യാപിറ്റലോട് കൂടിയുള്ള ഒരു ഷെയർ ഹോൾഡേഴ്സ് ബാങ്ക് ആയിട്ടാണ് RBI ഫോം ചെയ്തത്. 5 കോടിയായിരുന്നു, 5 crores ആയിരുന്നു അതിൻ്റെ ഷെയർ ക്യാപിറ്റൽ. അതിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത്? 5 lakh ഷെയർസ്, 5 ലക്ഷം ഷെയർസ്, 100 രൂപ വീതമുള്ള 5 ലക്ഷം ഷെയർസായിട്ടാണ് ഡിവൈഡ് ചെയ്തത്. അതിൻ്റെ അകത്ത് 2,30,000 രൂപയുടെ ഷെയർ വാങ്ങിയത് ആരായിരുന്നു? സെൻട്രൽ ഗവൺമെൻറ് ആയിരുന്നു. ബാക്കിയുള്ള പോർഷനാണ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലേക്ക് പോയത്. RBIയുടെ ആദ്യത്തെ ഗവർണർ ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു. ഫസ്റ്റ് ഇന്ത്യൻ ഗവർണർ CD ദേശ്മുഖ് ആയിരുന്നു. 1948 RBI ഒരു ആക്ട് പാസ്സാക്കി, ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓണർഷിപ്പ്. നമ്മൾ ഷെയർസിൻ്റെ അകത്ത് 2,30,000 രൂപ സെൻട്രൽ ഗവൺമെൻറ് പർച്ചേസ് ചെയ്യും, ബാലൻസ് പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലേക്കാണ് പോയതെന്നും പറഞ്ഞു. ആ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിലേക്ക് പോയ ഷെയർസ് അവർക്ക് ഈക്വൽ ആയിട്ടുള്ള അതിന് തുല്യമായിട്ടുള്ള എമൗണ്ട് കൊടുത്ത് ഗവൺമെൻറ് എന്ത് ചെയ്തു? അത് പർച്ചേസ് ചെയ്തു. അങ്ങനെ പബ്ലിക് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു? നാഷണലൈസ് ചെയ്തു. 1 ജാനുവരി 1949 RBI എന്തായി? നാഷണലൈസ്ഡ് ബാങ്കായി. RBIക്ക് ഒരു സെൻട്രൽ ബോർഡും ഒരു ലോക്കൽ ബോർഡും ഉണ്ട്. സെൻട്രൽ ബോർഡിൽ 20 മെമ്പേഴ്സാണുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്യുന്നത്? അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഗവർണറും 4 ഡെപ്യൂട്ടി ഗവർണേഴ്സും. അവരുടെ ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരു ഗവർണർ, 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ്, 5 വർഷമാണ് അവരുടെ പീരീഡ്. പിന്നെ ബാക്കിയുള്ള 15 ഡയറക്ടേഴ്സിൽ 10 ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്, പല ഫീൽഡിൽ നിന്നുള്ളവരെ. അതിൻ്റെ ടേം എന്ന് പറയുന്നത് 4 വർഷമാണ്. ദെൻ 4 ഡയറക്ടേഴ്സിനെ നോമിനേറ്റഡ് ബൈ ലോക്കൽ ബോർഡാണ് 4 ഡയറക്ടേഴ്സിനെ നോമിനേറ്റ് ചെയ്യുന്നത്. അവരുടെ ടേം എന്ന് പറയുന്നത് 5 വർഷമാണ്. ദെൻ 1 ഒഫീഷ്യൽ ഓഫ് ദ ഗവൺമെൻറ് ടു അറ്റൻഡ് ദ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഒഫീഷ്യലിനെ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. 1 ഒഫീഷ്യൽ ഓഫ് ദ ഗവൺമെൻറ് ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ആ ഒഫീഷ്യലിൻ്റെ ടേം എന്ത് ചെയ്തിട്ടില്ല? ഫിക്സ് ചെയ്തിട്ടില്ല. നോട്ട് ഫിക്സഡ് ആൻഡ് ഹാവ് നോ വോട്ടിംഗ് റൈറ്റ് ഇൻ ദ മീറ്റിങ്ങിൽ എന്തില്ല? വോട്ടിംഗ് റൈറ്റ് ഇല്ല. സെൻട്രൽ ബോഡി റിക്വയർഡ് ടു മീറ്റ് അറ്റ്ലീസ്റ്റ് 6 times ഇൻ എ ഇയർ. ഒരു വർഷം 6 പ്രാവശ്യമെങ്കിലും സെൻട്രൽ ബോഡി മീറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് ലോക്കൽ ബോർഡ് ഇൻ ഏതൊക്കെ റീജിയണിലാണ് ലോക്കൽ ഉള്ളത്? മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി. ഇങ്ങനെ 4 ലോക്കൽ ബോർഡ്സാണുള്ളത്. ഓരോ ബോർഡിലും 5 മെമ്പേഴ്സാണുള്ളത്. അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്.
ടേം എന്ന് പറയുന്നതും എന്താണ് 4 ഇയേഴ്സാണ്. 4 ലോക്കൽ ബോർഡ്സാണ്, 5 മെമ്പേഴ്സാണ് ഓരോ ബോർഡിലും ഉള്ളത്. സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. 4 വർഷമാണ് അതിൻ്റെ ടേം. മെയിൻ ഫങ്ഷൻ ഓഫ് ദ സെൻട്രൽ ബോഡി ഈസ് ടു advise local matters and deals with the management of regional commercial transaction. ലോക്കൽ ബോർഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡിനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ്. സെൻട്രൽ ബോർഡിനെ ഏതൊക്കെ കാര്യങ്ങളാണ് അഡ്വൈസ് ചെയ്യുന്നത്? ഓൺ ലോക്കൽ മാറ്റേഴ്സ് ആൻഡ് ഡീൽസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ റീജിയണൽ കൊമേഴ്ഷ്യൽ ട്രാൻസാക്ഷൻ. ഇതാണ് ലോക്കൽ ബോർഡിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ആർ ബി ഐയുടെ ഡെഫിനിഷൻ, സെൻട്രൽ ബാങ്കിൻ്റെ ഡെഫിനിഷനും ആർ ബി ഐയുടെ ഒറിജിനും ആർ ബി ഐയുടെ നാഷണലൈസേഷനും റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ട ഭാഗം എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് ഓഫ് ആർ ബി ഐ ആണ്. അത് നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. താങ്ക് യു.